അമ്പലം വേണ്ട, പള്ളി വേണ്ട, ഈശ്വരനില്ല എന്ന് പറയുന്ന ഒരു വിശ്വാസമാണ് കമ്മ്യൂണിസ്റ്റ് സംഹിതയുടേത്. അങ്ങനത്തെ ഒരു ആശയമാണ് അവർ പേറുന്നത്. അവിടെ പൂർണ്ണമായിട്ട് നിരീശ്വരവാദികളായിട്ടുള്ള CPM പ്രവർത്തകർ അവിടെ ഒരു CPMൻ്റെ അജണ്ട കൊണ്ടുവരിക എന്നുള്ളതാണ്. കാര്യം രാഷ്ട്രീയം അവിടെ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് അവിടെ നടക്കുന്നത്. അമ്പലങ്ങളും പള്ളികളും ഒക്കെ അവരുടെ ആധിപത്യം സ്ഥാപിക്കുന്നതും അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന പാട്ടുകളും കാര്യങ്ങളൊക്കെ ആലപിക്കാൻ നിർബന്ധിതരാകുമെന്ന് മനസ്സിലാവുന്നില്ല. അവർ നിരീശ്വരവാദികളായിട്ടുള്ള ആളുകളാണ്, പക്ഷേ അവർ ഒരിക്കലും ഭക്തരാകണമെന്നില്ല. പക്ഷേ അവർ CPM രാഷ്ട്രീയം വിളമ്പാനായിട്ട്, രാഷ്ട്രീയം കൊണ്ടുവരാനായിട്ട് അവർ ക്ഷേത്രം കയ്യേറുകയാണ് ചെയ്യുന്നത്. കടയ്ക്കൽ ക്ഷേത്രത്തിൽ ഇതേപോലെ അലോഷി എന്ന് പറയുന്ന ഗായകൻ വിപ്ലവഗാനം ആലപിച്ചതിനെ തുടർന്ന് കേസും വഴക്കും കാര്യങ്ങളൊക്കെ അറിയാമായിരിക്കും. നമസ്കാരം. ആമുഖമായി ഒരു കാര്യം പറയുന്നുണ്ട്. ഈ സിനിമ, നാടകം, സംഗീതം ഇവയെല്ലാം കലാരൂപങ്ങളായി കാണുവാനാണ് നമുക്ക് വിസ്മയ ന്യൂസിന് ഇഷ്ടം. പക്ഷേ ഇപ്പോൾ ഒരു വിവാദമുണ്ടായ സ്ഥിതിക്കാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഇത് അവനവഞ്ചേരി ഇന്ത്യയിലപ്പൻ ക്ഷേത്രമാണ്. മാന്യപ്രേക്ഷകർക്ക് അറിയാമായിരിക്കും, കടയ്ക്കൽ ക്ഷേത്രത്തിൽ ഇതേപോലെ അലോഷി എന്ന് പറയുന്ന ഗായകൻ വിപ്ലവഗാനം ആലപിച്ചതിനെ തുടർന്ന് കേസും വഴക്കും കാര്യങ്ങളൊക്കെ അറിയാമായിരിക്കും. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ പറയുന്ന അവനവഞ്ചേരി ശ്രീ ഇന്ത്യയിലപ്പൻ ക്ഷേത്രത്തിൽ ഇതേപോലെ അലോഷി വന്നിട്ട് വിപ്ലവഗാനം ആലപിച്ച് അത് വീണ്ടും കേസും വഴക്കുമായിരിക്കുകയാണ്. ഇവിടെ ഉയരുന്നൊരു ചോദ്യം, കമ്മ്യൂണിസ്റ്റ് ആശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അവരുടെ ആശയം എന്തിനാണ് ദൈവസന്നിധിയിൽ പകരുന്നത്, പടർത്തുന്നത്, കേൾപ്പിക്കുന്നത് എന്നുള്ള ചോദ്യം പ്രസക്തമാകുന്നു. അതിനെപ്പറ്റി സംസാരിക്കാൻ നമ്മുടെ ഒപ്പം ഉള്ളത് ഇപ്പോൾ BJPയുടെ കൗൺസിലർ ജീവൻലാൽ ഏട്ടനാണ്. ഒരു സാഹചര്യം ഒന്ന് പറയാൻ പറ്റുമോ? ഇപ്പം നമുക്ക് തന്നെ അറിയാം, കടയ്ക്കൽ ക്ഷേത്രത്തിൽ നടന്നിട്ടുള്ള ഒരു പ്രശ്നം, അലോഷി ഗസൽ ഗായകനായിട്ടുള്ള അലോഷി നടത്തിയ ഒരു ഗസൽ, അത് അവിടെ വിപ്ലവ ഗാനങ്ങളാണ് പാടിയിട്ടുള്ളത്. അതിനെ സംബന്ധിച്ചിട്ട് ഹൈക്കോടതി തന്നെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ ഇനി അലോഷി കേസ് കൊടുത്തിട്ടുണ്ട്, അലോഷി പാടരുത്, അങ്ങനെയുള്ള ഒരു വിപ്ലവ ഗാനങ്ങൾ പാടരുത് എന്നും പറഞ്ഞ് ഹൈക്കോടതി ഉത്തരവ് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടും CPM ഭരിക്കുന്ന CPM കയ്യേറുകയാണ് ചെയ്യുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ ശ്രീപാദം ടെസ്റ്റിലുണ്ടായിരുന്ന അവനവഞ്ചേരി ക്ഷേത്രം അത് രാഷ്ട്രീയപരമായിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിന് ശേഷം CPMൻ്റെ ഭരണത്തിലേക്ക് വന്നു. ആ സാഹചര്യം മനസ്സിലായിക്കൊണ്ട് അവിടെ പൂർണ്ണമായിട്ട് നിരീശ്വരവാദികളായിട്ടുള്ള CPM പ്രവർത്തകർ അവിടെ ഒരു CPMൻ്റെ അജണ്ട കൊണ്ടുവരിക എന്നുള്ളതാണ്. കാര്യം രാഷ്ട്രീയം അവിടെ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് അവിടെ നടക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് അവിടെ അവനവഞ്ചേരി ക്ഷേത്രത്തിൽ ഒരു ഉത്സവം നടക്കാനൊരു സാഹചര്യമുണ്ട്. അവരെല്ലാവരും ക്ഷേത്രത്തിന് വേണ്ടിയിട്ടും ക്ഷേത്ര കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ടും ക്ഷേത്ര ആചാരങ്ങൾക്ക് അനുസൃതമായിട്ടുമല്ല അവിടെ പല കാര്യങ്ങളും നടക്കുന്നത്. അവർക്ക് ആർഭാടപരമായിട്ട് മറ്റുള്ള പരിപാടികൾ നടത്തുക എന്നുള്ളതാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് അലോഷിയുടെ ഒരു ഗസലും അതുപോലെ തന്നെ KPCയുടെ ഒരു നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്നുള്ളൊരു പരിപാടിയും നാടകവും നടത്തിയത്. പക്ഷേ അവിടെയും നിർബന്ധിതമായിട്ട് അലോഷി വേണ്ട എന്ന് പറഞ്ഞിട്ട് പോലും അവിടെയുള്ള CPM നേതാക്കളും ഒരു കൗൺസിലും അടക്കം. അതെ അതെ, സെയിം ആണ്. കാര്യം എന്ന് പറഞ്ഞാൽ കടയ്ക്കലിൻ്റെ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് അറിയാം. നവകേരള സദസ്സ് അവിടെ നടത്താൻ പാടില്ല എന്ന് പറഞ്ഞ് ഹൈക്കോടതി തന്നെ അവിടെ സ്റ്റേ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം രാഷ്ട്രീയപരമായിട്ട് അവിടെ മുതലെടുക്കുകയാണ് ചെയ്തത്. കാര്യം എന്തുകൊണ്ട് CPMന് എന്ത് ചെയ്യാൻ പറ്റില്ല എന്ന് ഒരു വിചാരത്തോടു കൂടിയാണ് കടയ്ക്കൽ. മൃഗീയ ഭൂരിപക്ഷമാണ്, ഒറ്റ മെമ്പറില്ല, എല്ലാവരും CPMകാരാണ്. അങ്ങനത്തെ പക്ഷേ എന്നിട്ടും അവിടെ ഹൈക്കോടതി സ്റ്റേ കൊടുക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇതേപോലെ തന്നെയാണ് അവനവഞ്ചേരി ആറ്റിങ്ങൽ അവനവഞ്ചേരി ക്ഷേത്രത്തിലും ഇങ്ങനെ ഒരു അജണ്ട കൊണ്ടുവരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് രാഷ്ട്രീയം, ആ ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് രാഷ്ട്രീയം മുതലെടുക്കുക എന്നുള്ളതാണ്, ജനങ്ങൾക്ക് രാഷ്ട്രീയം വിൽക്കുക എന്നുള്ളതാണ് അവിടെ നടക്കുന്ന കേസ്. പക്ഷേ ഇത് എല്ലാ ജനങ്ങളും അത് അംഗീകരിക്കുന്നില്ല. പക്ഷേ ഭക്തരായിട്ടുള്ള ആളുകൾക്ക് ഒരിക്കലും രാഷ്ട്രീയം അവിടെ കൊണ്ടുവരാൻ പാടില്ല എന്നുള്ളത് കൃത്യതയോടുകൂടി അവർ പറയുന്നുണ്ട്. പക്ഷേ ഇവർ അവിടെ ഇങ്ങനൊരു അലോഷിയുടെ ഗസൽ കൊണ്ടുവരികയും അവർ നിർബന്ധിതമായിട്ട് അവർ കൗൺസിലറും CPM നേതാക്കളും കൂടെ ചേർന്നുകൊണ്ട് ഇങ്ങനെ ഒരു വിപ്ലവ ഗാനം പാടണം എന്നുള്ള ഒരു രീതിയിലേക്ക് വന്നു. പക്ഷെ അലോഷി അത് നിരസിക്കുകയും ചെയ്തു. പക്ഷേ ആ അവസ്ഥയിൽ പാടാനൊരു സാഹചര്യവും കൂടെ ഉണ്ടായി കൊടുക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇത് BJPയും കേസ് കൊടുത്തിട്ടുണ്ട്, DSPക്കും കേസ് കൊടുത്തിട്ടുണ്ട്, റൂറൽ SP-ക്കും കേസ് കൊടുത്തിട്ടുണ്ട്. ഇത് ശക്തമായി തന്നെ ഈ നിലപാടിനെതിരെ ശക്തമായിട്ട് നടപടികളെടുക്കും.
കേസിലേക്ക് തന്നെ പോവും. നമ്മൾ കോടതി മുഖാന്തരം തന്നെ അത് കേസിലേക്ക് തന്നെ പോകും. ഇനിയൊരു CPM ഭരണത്തിലിരിക്കുന്ന ഏതെങ്കിലും, CPM എന്ന് പറയാൻ പറ്റില്ല, CPM അധികാരം കയ്യേറുകയാണ് ചെയ്യുന്നത്. എന്തിനാണ് CPM ക്ഷേത്രത്തിലേക്ക് അധികാരം കയറുന്നത്? അവർ നിരീശ്വരവാദികളായിട്ടുള്ള ആളുകളാണ്. പക്ഷേ അവർ ഒരിക്കലും ഭക്തരാകണമെന്നില്ല. പക്ഷേ അവർ CPM രാഷ്ട്രീയം വിളമ്പാനായിട്ട്, രാഷ്ട്രീയം കൊണ്ടുവരാനായിട്ട് അവർ ക്ഷേത്രം കയ്യേറുകയാണ് ചെയ്യുന്നത്. ആ ഒരു നിലപാടിലേക്ക് പോകുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പാടുള്ളതല്ല. ഭക്തരായിട്ടുള്ള മറ്റുള്ളവർ അംഗീകരിക്കാൻ പാടുള്ളതല്ല. കേസ് കൊടുത്തിട്ടുണ്ടോ BJP? തീർച്ചയായിട്ടും കൊടുത്തിട്ടുണ്ട്. നമ്മൾ നമ്മുടെ DSPക്കും കൊടുത്തിട്ടുണ്ട്, റൂറൽ SPക്കും കൊടുത്തിട്ടുണ്ട്. ആർക്കെതിരെയാണ് കേസ് കൊടുത്തിട്ടുള്ളത്? അലോഷിക്കെതിരെയും കേസ്, അവിടുത്തെ ഭരണ കർത്താക്കൾക്കെതിരെയൊക്കെയാണ് കേസ് കൊടുത്തത്. അവിടെ എന്തൊക്കെയാണ് അരങ്ങേറിയത്? കമ്മ്യൂണിസ്റ്റ് നാടകം അരങ്ങേറിയോ? നാടകം അരങ്ങേറിയിട്ടുണ്ട്. ഈ അലോഷിയുടെ ഗസലും അരങ്ങേറി. ഈ ഗസലിലാണ് വിപ്ലവഗാനം പാടിയത്. അതെ അതെ. അപ്പോൾ അത് ഭക്തരാണോ ശ്രദ്ധയിൽപ്പെടുത്തിയത്? അതെ, നിങ്ങളാരെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു? ഇതിന് മുന്നേ എൻ്റെ ഫേസ്ബുക്കിലൂടെ ഞാനിത് കൃത്യമായിട്ട് ജനങ്ങളെ എത്തിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഡയറക്റ്റ് നമ്മളത് എതിർക്കുമ്പോഴത്തേക്ക് എപ്പോഴായിരുന്നാലും എനിക്കെതിരെ ഫേസ്ബുക്കിലൂടെ ഒരുപാട് ആക്ഷേപങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. എന്നെ ഉപദ്രവിക്കുമെന്നും പറഞ്ഞ് ഒരുപാട് ആക്ഷേപം വന്നിട്ടുണ്ട്. അത് ഞാൻ വില കൊടുക്കുന്നില്ല. പക്ഷേ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുകയാണ് അവർക്ക് വേണ്ടത്, CPM നേതാക്കൾക്ക് വേണ്ടത്. അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്നതല്ല. മനഃപൂർവ്വം സാഹചര്യം സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. അതെ അതെ, തീർച്ചയായിട്ടും അതാണ് അവരുടെ ഉദ്ദേശം. അമ്പലം വേണ്ട, പള്ളി വേണ്ട, ഈശ്വരനില്ല എന്ന് പറയുന്ന ഒരു വിശ്വാസമാണ് കമ്മ്യൂണിസ്റ്റ് സംഹിതയുടേത്. അങ്ങനത്തെ ഒരു ആശയമാണ് അവർ പേറുന്നതും. പക്ഷെ അവരെന്തുകൊണ്ടാണ് അമ്പലങ്ങളും പള്ളികളും ഒക്കെ അവരുടെ ആധിപത്യം സ്ഥാപിക്കുന്നതും അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന പാട്ടുകളും കാര്യങ്ങളൊക്കെ ആലപിക്കാൻ നിർബന്ധിതരാകുമെന്ന് മനസ്സിലാവുന്നില്ല. അത് ഒരുപക്ഷെ ഒരു പുതിയ രാഷ്ട്രീയത്തിൻ്റെ കാഴ്ചപ്പാടായിരിക്കാം. എങ്കിലും ഇതിപ്പോൾ ഒരു തുറന്ന ചർച്ചയ്ക്ക് വഴിയൊരുക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ചർച്ചയാവാം. വിസ്മയ സോണിൻ്റെ ക്യാമറമാൻ അൻഷാദിനൊപ്പം ശ്രീത്ത് മാരാർ, സൈനിങ് ഓഫ്.